നിവിൻ പോളി സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണോ തനിക്കെതിരായി ഗൂഢാലോചന നടക്കുന്നത് എന്ന പരാതി ഉന്നയിക്കുമ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ സാന്ദ്ര തോമസും ഷീല കുര്യനും രംഗത്തെത്തിയിരിക്കുകയാണ്. സ്ത്രീ നിർമ്മാതാക്കൾ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി വിളിച്ച യോഗം പ്രഹസനമായി എന്നും നിലവിലെ ഭാരവാഹികളെ മാറ്റണം എന്നുമാണ് ആവശ്യം. വിവരങ്ങളുമായി നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, ഈ സിനിമയുടെ അഭിനയ മേഖലയിൽ മാത്രമല്ല, സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സ്ത്രീകളും വലിയ തോതിൽ ഇരകളാക്കപ്പെടുന്നു. അവർ നിരവധിയായി ചൂഷണത്തിന് ഇരകളാക്കപ്പെടുന്നു. അവർ വേർതിരിവ് നേരിടുന്ന സാഹചര്യമുണ്ടാകുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ട്. പക്ഷേ അത് പരിഹരിക്കപ്പെടാൻ ഒരു ശ്രമവും നടക്കുന്നില്ല എന്നതാണോ ഈ നിർമ്മാതാക്കളായിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ ആവശ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, നമുക്കറിയാം ഇതിനു മുൻപ് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒക്കെ പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും നിലപാടുകൾ തുറന്നു പറയുകയും ചെയ്ത ഒരു പ്രൊഡ്യൂസറാണ് സാന്ദ്ര തോമസ്. അവർ തന്നെ ഇപ്പോൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് തന്നെ ഒരു കത്ത് നൽകിയിരിക്കുകയാണ്. ഈ കത്തിൽ പ്രധാനമായും പറയുന്നത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു യോഗം വിളിച്ചു. അതായത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യോഗം. പക്ഷെ ആ യോഗം വെറും പ്രഹസനമായിരുന്നു. ആ യോഗത്തിൽ ചെന്നപ്പോൾ തന്നെ സ്ത്രീകളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ തങ്ങളോട് ചോദിച്ചത് പോലുമില്ല. പകരം അവർ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് തയ്യാറാക്കിയിരുന്നു. ആ കത്ത് കമ്മിറ്റിയിൽ വായിച്ചു കേൾപ്പിച്ചു. അപ്പോൾ തന്നെ താൻ അടക്കമുള്ളവർ ഈ കത്ത് മുഖ്യമന്ത്രിക്ക് അയക്കരുത്, ഇതല്ല ശരിക്കുമുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അപ്പോൾ കമ്മിറ്റിയിൽ നിന്നുള്ള അവരുടെ മറുപടി എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി മുഖ്യമന്ത്രിക്ക് ഈ കത്ത് അയച്ചു എന്നുള്ളതായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു ഇപ്പോഴൊരു യോഗം കൂടിയത്? ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ പോലും പലരും അറിയാത്ത തരത്തിലുള്ളൊരു കത്താണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ തങ്ങളെ ഏറെ വിഷമിപ്പിച്ചു. മറ്റൊരു കാര്യം, ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയവരിൽ അത് സെക്രട്ടറിയും പ്രസിഡന്റും തന്നെ ആ യോഗത്തിൽ കൃത്യമായി പങ്കെടുത്തില്ല. പ്രസിഡന്റ് പകുതിക്ക് തന്നെ ഇറങ്ങിപ്പോയി. സെക്രട്ടറി ഒപ്പിടാൻ മാത്രമാണ് വന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സാന്ദ്ര തോമസ് ഈ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം ഷീല കുര്യനും ഇതിനെതിരെ വലിയ രീതിയിൽ വിമർശനവുമായി എത്തിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഇപ്പോൾ ഒരു കത്ത് അയച്ചിരിക്കുന്നത്. ഈ കത്തിൽ പ്രധാനമായി പറയുന്നത്, ഈ അസോസിയേഷനിലെ ഇപ്പോഴത്തെ ഭാരവാഹികൾ അവരെ പിരിച്ചുവിടണം, പകരം പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കണം. കാരണം ഇവർ സിനിമാ മേഖലയിലെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടക്കം പരാമർശിച്ചിട്ടുണ്ട്. ആ പവർ ഗ്രൂപ്പിന്റെ ആ പവർ ഗ്രൂപ്പ് സിനിമ അല്ലെങ്കിൽ അമ്മ എന്ന സംഘടനയിൽ മാത്രമല്ല, അത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഈ പവർ ഗ്രൂപ്പിന്റെ സാന്നിധ്യമുണ്ട്. പ്രൊഡ്യൂസർമാർക്കിടയിലും ഈ പവർ ഗ്രൂപ്പ് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇതിന്റെ ഉദാഹരണമാണ് ഈ ഇടയ്ക്ക് അമ്മ ഒരു സ്വകാര്യ ചാനലുമായി ചേർന്ന് ഒരു ഷോ സംഘടിപ്പിച്ചിരുന്നു. ആ ഷോ സംഘടിപ്പിക്കുന്ന സമയത്ത് അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതിൽ ഭാഗമായിരുന്നു. പക്ഷേ ആ യോഗത്തിൽ അല്ലെങ്കിൽ ആ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പല പ്രൊഡ്യൂസർമാരെയും അനുവദിച്ചിട്ടില്ല. അതായത് അമ്മ സംഘടനയിലെ ചില വ്യക്തികൾ, ഈ പവർ ഗ്രൂപ്പിലുള്ള ചില വ്യക്തികൾ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് മാത്രമേ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം വന്നു. ഇത് ആരാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സിനെ എന്തുകൊണ്ടാണ് ഈ ഷോയിൽ പങ്കെടുപ്പിക്കാത്തത് എന്ന തരത്തിലുള്ള ഒരു വിമർശനവും സാന്ദ്ര തോമസ് ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, സിനിമാ മേഖലയിൽ പല ആളുകൾക്കെതിരെ പല രീതിയിൽ പരാതികൾ വരുന്നു, നടിമാർ രംഗത്തെത്തുന്നു. പക്ഷെ അതിലൊന്നും പ്രതികരിക്കാത്ത പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിവിൻ പോളിക്കെതിരെ ഒരു പരാതി വന്നപ്പോൾ ഉടൻ തന്നെ പത്രക്കുറിപ്പ് ഇറക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണെങ്കിൽ ചില സ്വാധീനമുള്ളവരെ അല്ലെങ്കിൽ ചില വ്യക്തി താല്പര്യമുള്ളവരെ മാത്രം സംരക്ഷിക്കുന്ന രീതിയാണോ പ്രൊഡ്യൂസേഴ്സിനുള്ളത് എന്നുകൂടി സാന്ദ്ര തോമസ് ചോദിക്കുന്നുണ്ട്. എന്തായാലും സാന്ദ്ര തോമസ് അടക്കമുള്ളവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ഭാരവാഹികളെ പിരിച്ചുവിടണം, പകരം പുതിയ ഭാരവാഹികളെ പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കണം എന്നതാണ് തങ്ങളുടെ ആവശ്യം. കാരണം ഇപ്പോഴിരിക്കുന്ന ഭാരവാഹികൾ അത് ചിലർ പവർ ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായി തങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഒപ്പം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ അവരുടേതായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ അത് മുഖ്യമന്ത്രിക്ക് കത്തായിക്ക് നൽകുന്നു. സ്ത്രീകളടക്കമുള്ള തങ്ങളോട് കൃത്യമായ വിവരങ്ങളൊന്നും ചോദിക്കുന്നില്ല എന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് സാന്ദ്ര തോമസ് ഈ കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഒരു സ്വഭാവം നമുക്കറിയാമല്ലോ നവമി. പലപ്പോഴും ഈ സംഘടനയെ ചോദിക്കുകയോ സംഘടന വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയോ ചെയ്താൽ സംഘടനയുടെ ഭാരവാഹികൾ അതിനെ നേരിടുന്നത് അച്ചടക്ക നടപടികളിലൂടെയും ഒക്കെയാണ്. ഇപ്പോൾ
ഈ അമ്മ എന്ന് പറയുന്ന താരസംഘടന തന്നെ നമുക്കറിയാമല്ലോ, അവർ ചില താരങ്ങളെയൊക്കെ വിലക്കിയ പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ സിനിമാ മേഖലയിൽ എപ്പോൾ വേണമെങ്കിലും ആരും വിലക്കൊക്കെ നേരിടാവുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ സാന്ദ്ര തോമസിനെ പോലെയും ഷീല കുര്യനെ പോലെയൊക്കെ ഉള്ളവർ ഇങ്ങനെ എതിർസ്വരവുമായി രംഗത്ത് വരുമ്പോൾ അതിന് ഈ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അഭിലാഷ്, ഈ സംഭവം വന്നതിന് ശേഷം, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മൾ പലരുമായി പ്രതികരണമൊക്കെ തേടിയിരുന്നു. ആ സമയത്ത് സാന്ദ്ര തോമസിനെയും വിളിച്ചിരുന്നു. അവർ മാധ്യമങ്ങൾക്ക് മുന്നിലല്ലാതെ മാധ്യമ പ്രവർത്തകരോടായി പറഞ്ഞ കാര്യമൊന്നുണ്ട്. ഈ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ തങ്ങളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തങ്ങളെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തനിക്ക് ഇപ്പോൾ പ്രതികരിക്കാൻ കഴിയില്ല എന്ന് അന്ന് സാന്ദ്ര തോമസ് വ്യക്തമാക്കിയിരുന്നു. പക്ഷെ ഫേസ്ബുക്കിലൂടെയൊക്കെ അവരവരുടെ നിലപാട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ പുറത്തു വന്ന് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇത്തരത്തിലൊരു കാര്യങ്ങൾ പറയാൻ സാന്ദ്ര തോമസിനെ പ്രേരിപ്പിക്കുന്നത് അത്രമാത്രം അനീതി ഈ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് താൻ അടക്കമുള്ള സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്നില്ല അല്ലെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്താണ് തങ്ങൾ ചെയ്യേണ്ടത്? ഒരു യോഗം വിളിക്കാൻ ആവശ്യപ്പെടുന്നു. ആ യോഗം വിളിക്കുമ്പോൾ അവിടെ നടക്കുന്നത് വലിയ പ്രഹസനമാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നില്ല, സ്ത്രീകളോട് സംസാരിക്കുന്നില്ല. അവർ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഈ ഭാരവാഹികൾ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്നുള്ളൊരു കത്തെഴുതുന്നു, അത് മുഖ്യമന്ത്രിക്ക് നൽകുന്നു എന്നതിനപ്പുറത്തേക്ക് പ്രധാനമായി ഞാൻ തിരികെ എത്താം. ഇപ്പോൾ